ഹലോ, ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് കുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടണേ പ്ലീസ്. അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു അഫ്സീസ് വേൾഡ്. ഇറ്റ്സ് മീ യുവർ അഫ്സി. ഞാനിതാ കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ ഓർത്തിട്ടോ. ഇതാണ് ഞാൻ മെയിനായിട്ട് വാങ്ങാൻ ഉദ്ദേശിച്ച സംഭവം. ഇതെന്താ, നമ്മളുടെ സ്നാക്സ് ബോക്സാണ്. മനുവിൻ്റെതാണ് ഈ റെഡ്, ബ്ലൂ ദിനുവിൻ്റെതും. അത് രണ്ടാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിയതാണ്. മനുവിൻ്റെ സ്നാക്സ് ബോക്സാണ് കേട്ടോ പൊട്ടിപ്പോയത്. അപ്പോൾ അവന് വാങ്ങൽ നിർബന്ധമായി. അപ്പോൾ ഞാൻ ഒരാൾക്ക് മാത്രമായിട്ട് വാങ്ങിയാൽ വിഷമാവുമല്ലോ വിചാരിച്ചിട്ട് രണ്ടാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നല്ല പോട്ട് കണ്ടപ്പം അതും വാങ്ങിയിട്ടോ. പോട്ട് വാങ്ങാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോയതല്ല. ഞാനിവിടെ ഒരു പോട്ട് എൻ്റെ കാലുകൊണ്ട് തട്ടിയിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചവിട്ടി പൊട്ടിച്ചതല്ല കേട്ടോ. വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് അത് സ്റ്റെയർ കേസിൻ്റെ മുകളിലുണ്ടായിരുന്നു. അപ്പോൾ താഴെ വീണ് പൊട്ടി. അത് അവിടെ പൊട്ടിയിട്ട് ഞാൻ പൊട്ടിയ ഭാഗം മറച്ച് വെച്ചേക്കാണ്. ഇവിടെ ആശാമാരത് കണ്ടിട്ടില്ല. അപ്പോൾ ഇനി കാണുന്നതിന് മുന്നേ അത് മാറ്റണം. അപ്പോൾ ഞാൻ 2 പോട്ട് വാങ്ങിയിട്ടുണ്ട്. വേറൊരു പ്ലാന്റും കൂടെ ഉണ്ട്, ഇൻഡോറാക്കി വെക്കുന്നതാണ്. പക്ഷേ അതിപ്പോൾ ഔട്ട്ഡോറിലാണ് കിടക്കുന്നത്. കുറച്ച് വെയിലും മഴയൊക്കെ കൊണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും ഒന്നും പ്രശ്നമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി പ്ലാന്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതാ കുറച്ച് സ്ക്രബ്ബേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അതിവിടെ അത്യാവശ്യമാണ്, അതുകൊണ്ട് വാങ്ങിയതാണ്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ ബുക്കൊക്കെ പൊതിയുന്ന സംഭവമാണ്. പക്ഷെ എനിക്കിവിടെ പർപ്പസായിട്ട് വരുന്നത്, നിങ്ങൾ കിച്ചണിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഗ്യാസ് ഉള്ള ഭാഗത്ത് ചുമരിലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ബുക്ക് പൊതിയിരുന്ന സംഭവം തന്നെയാണ്. ഈ റാപ്പർ തന്നെയാണ് അവിടെ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റാനുള്ള ടൈമായിട്ടുണ്ട്. അതിൻ്റെ ഹസ്ബൻഡ് ഒട്ടിച്ചതായിരുന്നു, അപ്പോൾ ഒന്ന് മാറ്റിയെടുക്കണം. അതിനുവേണ്ടി വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ പിക്ചറും കാര്യമൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ അവിടെ ഡെയിലി യൂസിന് വേണ്ടിയിട്ടൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഒരു നമ്മളെ ഹെയർ ഓയിൽ കോംബോ ഉള്ളത്, ഹെയർ ഓയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പുള്ളൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഇതെനിക്കല്ല, എൻ്റെ ഉമ്മക്കാണ്. ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതുപോലെ ഒരെണ്ണം വേണമെന്ന്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതുപോലുള്ള കോമ്പുള്ള വെച്ചിട്ടാണ് ഹെയറിൽ ഓയിൽ തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ നല്ലതാണ് ആ കോമ്പുള്ള സംഭവം വെച്ച് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മൾ അറിയാലോ, നമ്മളെ ഓയിലൊക്കെ ഇങ്ങനെ സ്പ്രെഡാക്കുന്ന സംഭവം. പിന്നെ ഇവിടുത്തെ ഈ ലൈറ്റർ കുറച്ച് ചീത്തയായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വെറുതെ കിടന്ന് ചീത്തയായതാണ് കേട്ടോ. അപ്പം അതും ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതേ ഒരു കത്രിക വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയുള്ള കത്രികയും ചീത്തയായിട്ടുണ്ട്, പക്ഷേ നല്ല മൂർച്ചയാണ്. ഇവിടെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്, അതെങ്ങനെ പൊട്ടി എന്നുള്ള അറിയില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് മാറ്റാം. കുറേ ആയല്ലോ, അത് യൂസ് ചെയ്ത് നശിച്ചു പോയതൊന്നും അല്ല കേട്ടോ ഒരു സംഭവം. അതൊക്കെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടന്ന് നശിച്ചു പോയതാണ്. പിന്നെ ഞാൻ അക്രലിക് പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് വെച്ച് എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ആ പരിപാടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വലിയ സംഭവമൊന്നുമല്ല, നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കൊന്നും വേണ്ട. ഞാൻ വലിയ കൊലാകാരിയൊന്നും അല്ല. പെയിൻ്റൊക്കെ വാങ്ങിയിട്ട് എന്തോ ചിത്രം വരയ്ക്കാനെന്നൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുമ്പം കുറച്ച് നമ്മുടെ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇതവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ സ്വീറ്റ് കോണും വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇവിടെ സ്വീറ്റ് കോൺ വന്ന പടനെ അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ ഇവിടെ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് എൻ്റെ ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ. ഇത് വേറെ ഒന്നും എനിക്കിതിൽ സ്പ്രെഡാക്കൊന്നും വേണ്ട, ഇതിൽ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാണ്ട് തന്നെ ഞാൻ കഴിക്കും, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് കഴിക്കും. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ബട്ടറും പഞ്ചസാരയും ബട്ടറും സോൾട്ടും കൂടെ ഒന്ന് അതിൻ്റെ മുകളിൽ സ്പ്രെഡാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. സെറ്റാവുന്ന ഇതിന് ആവി വരുന്നുണ്ട്. എൻ്റെ സ്പെക്സിൻ്റെ മുകളിലേക്ക് ആവിയായിട്ട് എനിക്ക് കണ്ണ് കാണുന്നില്ല, ഒരു കണ്ണിൽ മൊത്തം ആവി കയറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഷോപ്പിങ്ങിന് പോയതുകൊണ്ട് രാവിലത്തെ കുക്കിംഗ് ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പോയി വന്നിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതെടുത്ത് തട്ടിക്കൂട്ടി ഒരു കബ്സ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ സാധാ അരി വെച്ചിട്ടുള്ള ഒരു കബ്സ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്കൊരു ചമ്മന്തി സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മുളകൊക്കെ നുള്ളി എടുക്കാണ് കേട്ടോ. എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് കബ്സയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ പിന്നെ ചമ്മന്തി ഇല്ലാണ്ട് അത് ഇറങ്ങൂല എന്നായപ്പോൾ പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കുകയാണ്.
ചമ്മന്തിയൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം കഴിക്കാൻ വേണ്ടിയുള്ള മാത്രമാണ്. പിന്നെ ഇതാണ് നമ്മളുടെ കബ്സ. സാധാ റേഷൻ അരി വെച്ചിട്ട് ചിക്കൻ വെച്ച് അതിൽ മസാലയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ ഇന്ന് എക്സാം കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്ക് വരുന്നുണ്ട്. എക്സാമൊക്കെ തുടങ്ങിയല്ലോ. നിങ്ങളെ വീട്ടിലെല്ലാവർക്കും എക്സാമൊക്കെ തുടങ്ങി കാണുമല്ലോ അല്ലേ? അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഒന്ന് നിസ്കരിച്ചു. പിന്നെ കുറച്ച് സമയം ഞാൻ ഇരുന്നൊന്ന് ഓതിയിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പോട്ടൊക്കെ മാറ്റിയെടുക്കാൻ തുടങ്ങിയത്. ഇതാണ് നമ്മളുടെ ആ പ്ലാന്റ്. കുറച്ചും കൂടെ നീളം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ദിവസം മനുവിൻ്റെ കൈ തട്ടിയിട്ട് അതിൻ്റെ ഒരു കൊമ്പ് പൊട്ടിപ്പോയി. ഇതാണ് പൊട്ടിപ്പോയത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എൻ്റെ വീടിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഒരു പകുതിക്ക് കയറി ഇരുന്നിട്ടാണ് കേട്ടോ. അവിടെ നിന്നാകുമ്പം കുറച്ച് എക്കോ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ കഷ്ടകാലത്ത് ഞാൻ സ്റ്റെയർ കേസിൻ്റെ അറ്റത്തായിട്ട് എൻ്റെ മോനെങ്ങാനും ആ പോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അത് അവൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇത്ര പേടി. എന്നിട്ട് അത് അറിയാണ്ട് എൻ്റെ കാലൊന്ന് തട്ടി പൊട്ടിപ്പോയി. പിന്നെ ഞാൻ അതെടുത്ത് മെല്ലെ കിച്ചൻ്റെ ആ വിൻഡോൻ്റെ ആ സൈഡിലായിട്ട് ഇങ്ങനെ മറച്ച് വെച്ചേക്കായിരുന്നു. പിന്നെ ഇനി എപ്പോഴെങ്കിലും അവൻ കണ്ടു കഴിഞ്ഞാൽ സങ്കടമാവും, കരച്ചിലാവും, എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ഞാനത് പോട്ടൊക്കെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് ഈവനിങ് സ്നാക്കിനുള്ളതൊക്കെ റെഡിയാക്കുകയാണ്. ഒന്നുമില്ല, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടി തന്നെ ബ്രെഡ് ടോസ്റ്റിങ്. ആദ്യം മുട്ട ഒന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കുന്നു. ഞാൻ ഉള്ളിയും തക്കാളി ഒന്നും സെറ്റാക്കിയിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ളൊരു ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. എന്തോ ഒരു മടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലെയിൻ ആയിട്ടൊരു ഓംലെറ്റ് ഉണ്ടാക്കി. പിന്നെ ബ്രെഡ് വെച്ച് ജസ്റ്റ് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത്. ഇന്ന് ഞാൻ ബട്ടറിലല്ല, ഇന്ന് ഞാൻ RKG നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. മനുവിന് RKG നെയ്യിലുണ്ടാക്കിയ ബ്രെഡ് ടോസ്റ്റാണ് ഇഷ്ടം. അവൻ അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞാനത് അങ്ങനെ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ബട്ടറിലുണ്ടാക്കിയാലും ഞാൻ അവനൊക്കെ കഴിക്കും. പക്ഷേ എന്തോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഈ RKG നെയ്യ് ഉപയോഗിച്ചാലും നമ്മളുടെ ചീസ് ഉണ്ടല്ലോ, ചീസ് ഉപയോഗിച്ചാലും ഒരേ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എൻ്റെ മുമ്പുള്ള വീഡിയോയിലൊക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും, ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നത്. എന്നാലും ഞാൻ അങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആശാമാരെ വിളിച്ച് അവർക്ക് ചായയൊക്കെ കൊടുത്ത് അവരൊന്ന് ഹാൻഡിൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. കാരണം ഈവനിങ്ങിൽ അവർക്ക് ട്യൂഷൻ ഉണ്ട്. അപ്പോഴേക്ക് അവരെ റെഡിയാക്കി എടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ല, എനിക്ക് ബുക്ക് റാപ്പർ വെച്ചിട്ട് കിച്ചണിൽ ചെറിയൊരു പരിപാടി ഉണ്ടെന്ന്. നിങ്ങൾ കണ്ടില്ല, കുറച്ച് അഴുക്കായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സൈഡിലും ഈ സൈഡിലുമായിട്ട് ആ പേപ്പറൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഭയങ്കര നീറ്റ്നെസ് അതങ്ങനെ ആക്കിയപ്പം. പിന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഡെക്കോർ കിട്ടുമോയെന്ന് അന്വേഷിച്ചപ്പം ഇത് ജസ്റ്റ് 60 റുപ്പീസ് അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ലതാണ് കേട്ടോ. ഇതിൽ ഇവിടെ പ്ലേസ് ചെയ്തപ്പോൾ നല്ല ഭംഗി കേട്ടോ. എനിക്ക് തോന്നി ഇവിടെ ഇങ്ങനെ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലായിട്ട് ഇത് പ്ലേസ് ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്ത് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഒന്ന് ഇതും പിന്നെ വേറെ ഒരു മിക്കി മൗസിൻ്റെ ഒരു ഫേസും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രണ്ടെണ്ണത്തിനും കൂടെ 60 രൂപയാണ് ആയത്. നിങ്ങൾ ഈ മീഷോയിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ എനിക്ക് ലിങ്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതെന്താണെന്നറിയില്ല, ലിങ്കൊന്നും ആക്റ്റീവ് ആവുന്നില്ല. ഞാൻ ഇതിന് മുന്നേ ഒക്കെ കൊടുത്ത ലിങ്കൊന്നും ആക്റ്റീവ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊന്നും കൊടുക്കാത്തത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല എങ്ങനെ കൊടുക്കണം എന്നുള്ളത് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. പിന്നെ അടുത്തത് ഇതായിരുന്നു കേട്ടോ. ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായത്. പിന്നെ കുറച്ച് വിരുന്നുകാർ വന്നായിരുന്നു കേട്ടോ. വിരുന്നുകാരല്ല, വീട്ടുകാർ, എൻ്റെ ഉമ്മയും ഉപ്പയും പിന്നെ ബ്രദറും വൈഫും ഒക്കെ. അവർ പുറത്തിരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കണ്ട് അയമോക്ക് എപ്പോഴും പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ ചില്ലായിട്ടിരിക്കാനാണ് മാഷാഅല്ലാഹ് എൻ്റെ മോൾക്ക് ഇഷ്ടം. അപ്പോൾ അവൾ ജസ്റ്റ് അവൾക്ക് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഡാൻസ് കളിച്ചാൽ പോരാ, അത് കാണാനും ആൾ വേണം. അവൾ കളിക്കുന്നത് നോക്കണം, അവളിങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ട് അവളുടെ അടുത്ത്. ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കുകയാണ് അവൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടേ. അപ്പോൾ നമ്മളിങ്ങനെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് എന്തോ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് അവൾ കളിക്കുന്നത് നമ്മൾ നോക്കണം, ഇങ്ങനെ എപ്പോഴും അവളെ കൂടെ കളിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡാണ്. മാഷാഅല്ലാഹ് അവളിങ്ങനെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇവരൊരു മുന്നറിയിപ്പും ഇല്ലാണ്ടാണ് കയറി വന്നത് കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് അവർ ഫുഡൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് വന്നിട്ട് വേഗം പോകാമെന്ന് കരുതി വന്നതാണ്. ഞാൻ ആക്ച്വലി കാക്കനെ ഒന്ന് വിളിച്ച് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനിടയ്ക്ക്. പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവൻ നാട്ടിലേക്ക് വന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ അവന് പെട്ടെന്ന് ഇന്ന് തന്നെ ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ വരാനൊരു ഒഴിവ് കിട്ടൂല എന്നുള്ളൊരവസ്ഥയായപ്പോൾ പിന്നെ അവർ പെട്ടെന്ന് വന്നിട്ട് പോയതാണ് കേട്ടോ. നാളെ അവന് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകണം. പക്ഷെ അവൻ വന്നിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. ജസ്റ്റ് കഞ്ഞി മതി, കഞ്ഞി മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കഞ്ഞി വെച്ച് കൊടുത്തു. എനിക്ക് അങ്ങനെ അവൻ കഴിച്ചിട്ട് പോയതിന് ഭയങ്കര വിഷമമായി കേട്ടോ. ഇങ്ങനെ കുറേ നാൾ കൂടി വീട്ടിൽ വന്നിട്ട് നല്ല ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയില്ല എന്ന് ഓർത്തപ്പോൾ. അവനാണ് നല്ല ഫുഡൊക്കെ കഴിക്കും, ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉണ്ടാക്കി കൊടുത്താൽ എല്ലാം ആസ്വദിച്ച് കഴിച്ചോളൂ കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾ കണ്ടില്ല ചെടി, അത് ആദ്യം അകത്തിരുന്നതാണ്, പിന്നെ ഞാൻ പുറത്തോട്ട് വെച്ച്. എനിക്ക് ഇടയ്ക്കൊരു വട്ടാണ് ഞാൻ ഇതുപോലെ എല്ലാം ചെയ്യുന്നത്, പിന്നെ ഞാൻ തിരിച്ചെല്ലാം എടുത്ത് വെക്കുകയും ചെയ്യും കേട്ടോ. ഇനി അതിൻ്റെ പോട്ടിന് കളറൊക്കെ കൊടുത്ത് മൊഞ്ചാക്കി എടുക്കണമെന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ തുന്നിയെടുത്തതാണ്. എൻ്റെ ലൈഫിലൊരു ഡിപ്രഷൻ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ക്രാഫ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചെയ്യുക, അങ്ങനെ ആകുമ്പം കുറച്ച് ചേഞ്ചൊക്കെ വരും, മൈൻഡിന് കുറച്ച് റിലീഫൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തെടുത്താണ് കേട്ടോ. പിന്നെ അത് ഇപ്പോഴാണ് എനിക്ക് പ്ലേസ് ചെയ്യാനൊരു മൈൻഡൊക്കെ വന്നത്. അതവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ അതും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് പിറ്റേന്ന് രാവിലെ എണീറ്റതാണ്. എണീറ്റപ്പോഴാണ് ഞാൻ മണി പ്ലാന്റിന് വെള്ളം ഒഴിച്ചില്ല എന്നൊക്കെ ഓർക്കണേ. അപ്പോൾ ഞാൻ അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ കെയർ ചെയ്ത് പോകുന്നതുകൊണ്ട് നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, നമ്മളിങ്ങനെ ലൈഫിൽ കുറച്ച് കുട്ടി കുട്ടി മേക്ക് ഓവറൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പം വീട്ടിലായാലും ഇനിയിപ്പോൾ നമ്മളുടെ ലൈഫിലെ ചില കാര്യങ്ങളിലാണെങ്കിലും മേക്ക് ഓവറൊക്കെ കൊടുക്കുമ്പം നമുക്ക് അതിൻ്റേതായ കുറേ മാറ്റങ്ങൾ വരും കേട്ടോ. നമുക്ക് എന്തൊക്കെയോ ഒരു സംതൃപ്തിയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നലൊക്കെ വരും. നിങ്ങളും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത കുട്ടി കുട്ടി വിശേഷങ്ങളായി വരുന്നത് വരെ ബൈ.